അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിലൂടെയാണ് ലോകത്തെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ റമദാനിനെ 3 ഘട്ടങ്ങളായാണ് നമുക്ക് തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 10 ദിനങ്ങൾ പാപമോചനത്തിൻ്റെയും ആദ്യത്തെ 10 ദിനങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും രണ്ടാമത്തെ 10 ദിനങ്ങൾ പാപമോചനത്തിൻ്റെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ 10 ദിനരാത്രങ്ങൾ നരകത്തിൻ്റേതുമാണ്. ആദ്യത്തെ 10 ദിനരാത്രങ്ങളിലായി അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ നേടിയെടുത്ത രണ്ടാമത്തെ 10ലൂടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്നും മോചനം നേടിയ ഒരു വിശ്വാസി വിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ 10ൻ്റെ ദിനരാത്രങ്ങളിലുള്ള വിശ്രമമില്ലാത്ത പരിശ്രമത്തിലൂടെ, ആരാധനകളിലൂടെ നരകത്തിൽ നിന്നും മോചിതനായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ സുകൃതങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റ് സൃഷ്ടികൾക്കൊന്നും അല്ലാഹു തആല കൊടുക്കാത്ത വിശേഷ ബുദ്ധി മനുഷ്യൻ അല്ലാഹു തആല നൽകി. ആ ബുദ്ധി കൊണ്ടവൻ നല്ലതും മോശമായതും വേർതിരിച്ച് മനസ്സിലാക്കുകയും അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല സുകൃതവാന്മാർക്ക് നാളെ പാരത്രിക ലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദര സുരഭിലമായ സ്വർഗലോകത്തിൽ പ്രവേശിക്കാമെന്നും ധിക്കാരികളും തെമ്മാടികളുമായ സത്യനിഷേധികളായ ആളുകൾക്ക് നാളെ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന നരകാഗ്നിയാണ് എന്നും വിശുദ്ധമായ ഖുർആനിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നരകം അത് കഠോരമാണ്, ഭയാനകമാണ്, ഭീഭത്സകമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ നരകങ്ങളെ പടച്ചു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീൽ, നീ സ്വർഗത്തിലേക്ക് പോയെന്ന് നോക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കണ്ടിട്ട് തിരിച്ചു വന്നു. അള്ളാഹുവിനോട് പറഞ്ഞ്, അള്ളാഹുവേ, നിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം. ആ സ്വർഗത്തെ സംബന്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളും അതിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, ആ സ്വർഗത്തെ പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് പൊതിയുവാൻ. ശേഷം ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, സ്വർഗത്തെ ചെന്ന് വീക്ഷിക്കണം. പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട സ്വർഗത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീക്ഷിച്ചിട്ട് വന്ന് പറഞ്ഞ്, അല്ലാഹുവേ, നിൻ്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. ആ സ്വർഗത്തിൽ ഒരാളും കടക്കുകയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. വീണ്ടും അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ നരകത്തെ പോയെന്ന് നോക്കണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകം പോയി കണ്ടു. വന്നിട്ട് പറഞ്ഞ്, അല്ലാഹുവേ, നിൻ്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. ആ നരകത്തെ സംബന്ധിച്ച് കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരിൽ ഒരാൾ പോലും ആ നരകത്തിൽ കടക്കുക ഇല്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീര ഇച്ഛകൾ കൊണ്ട് നരകത്തെ പൊതിയാൻ കൽപ്പിച്ചു. ശേഷം ജിബ്രീലിനോട് പറഞ്ഞു, നരകം പോയി വീക്ഷിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും നരകം പോയി വീക്ഷിച്ചു. ദേഹേച്ഛകൾ കൊണ്ട് പൊതിയപ്പെട്ട നരകം കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, നിൻ്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. ഈ നരകത്തിൽ ഒരാളും ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിശ്ചയിച്ചിരിക്കുന്നത് ദേഹേച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് ധിക്കാരികളായി ജീവിക്കുന്ന സത്യനിഷേധികൾക്കും പാപികളായ ജനങ്ങൾക്കുമാണ്. അതുതന്നെയാണ് വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു കൂട്ടി
അവസാനം നരകത്തിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഹൃതങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് ആരാധനകളിൽ മുഴുകി രാത്രിയുടെ യാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ നിന്നും മോചനം നൽകി സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുകയാണ്. നരകം ഭയാനകമാണ്, അതിൻ്റെ ശിക്ഷ കഠോരമാണ്. ഒരാൾക്കും സഹിക്കാനും താങ്ങാനും കഴിയുന്നതിനപ്പുറമാണ് നരകശിക്ഷ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചു, ഈ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്കിട്ട ഒരു കല്ല് 70 വർഷമായി ഇപ്പോഴാണത് നരകത്തിൽ പതിച്ചത്, ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന്. നരകത്തിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവുമൊക്കെ മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു ഹദീസാണിത്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ സംബന്ധിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ ശിക്ഷ അഗ്നിയാലുള്ള 2 ചെരുപ്പുകൾ ഒരു മനുഷ്യന് നൽകുകയാണ്. ആ ചെരുപ്പവൻ ധരിക്കുമ്പോൾ അത് കാരണത്താൽ അവൻ്റെ തലച്ചോറ് തിളച്ചു പൊങ്ങുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് നരകമെങ്കിൽ ഈ നരകം വളരെ കഠോരമാണ്. ഈ കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഒരു വിശ്വാസിയെ സംരക്ഷിക്കപ്പെടുന്ന ദിനരാത്രങ്ങളാണ് വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ. നമുക്കറിയാം, ഈ ലോകത്ത് സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ആയിരങ്ങളെ അടിച്ചമർത്തി നീതി നിഷേധിക്കപ്പെട്ട് സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന നിരപരാധികൾ ഈ ലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിരപരാധികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ആളുകൾക്ക് നാളെ ഒരു പുനർജന്മം ഉണ്ടാകൽ വളരെ അത്യാവശ്യമാണ്. സാധുക്കളായ ആളുകളെ സമ്പത്ത് കൊണ്ടും അതുപോലെ അധികാരം കൊണ്ടുമൊക്കെ അടിച്ചമർത്തുന്ന, നമുക്കറിയാം, ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ക്രൂരതയുടെ പര്യായമാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നയാൾ. ഹിറ്റ്ലർക്ക് നമുക്ക് ലോകത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ വധശിക്ഷയാണ് കൊടുക്കാൻ കഴിയുക. പക്ഷേ 100 കണക്കിന് ആളുകളെ കൊല ചെയ്ത ഹിറ്റ്ലർക്ക് ഒരു പ്രാവശ്യം വധശിക്ഷ കൊടുത്താൽ അത് നീതിയാവുകയില്ല. ക്രൂരതയ്ക്ക് ഇവിടെ നീതി പുലരുന്നത്, ഈ ലോകം നീതിയുടെ ലോകമല്ല, നീതി പുലരുന്ന ഒരു ലോകമാണ് നാളെ മഹ്ശറ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഹിറ്റ്ലർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണം. ആ ഹിറ്റ്ലർ ശ്വാസം മുട്ടിച്ചു കൊന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ ഹിറ്റ്ലറെ നാളെ നരകത്തിലിട്ടുകൊണ്ട് ശിക്ഷിക്കുന്നത് കാണാൻ അവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് ക്രൂരതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ആ ശിക്ഷ. അവിടെ നരകത്തിൽ ഒരിക്കലും മരണമില്ല. അവിടെ ശിക്ഷിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ തൊലി, പാപികളുടെ തൊലി നരകത്തിൽ കിടന്ന് കരിഞ്ഞു പോകുന്നു. വീണ്ടും ആ തൊലി പൂർവാവസ്ഥയിലേക്ക് എത്തുന്നു, വീണ്ടും അത് കരിയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആ ശിക്ഷ നരകത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ നരകം എന്ന് പറയുന്നത് സത്യനിഷേധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന തടവറയാണ് നരകം. ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമാണ് വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ വിശുദ്ധമായ റമളാനിൽ നാം സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടും രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. ഇതൊരു അവസരമായി നാം കണക്കാക്കണം. അടുത്ത വർഷത്തെ റമളാൻ കടന്നു വരുമ്പോൾ ആ നരകാഗ്നിയിൽ നിന്നും മോചനം നേടാൻ നാം ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മുഴുവൻ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരും
അവരുടെ അനുയായികൾക്ക് നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ലോകത്തേക്ക് കടന്നു വന്നത് സ്വർഗം കൊണ്ട് സന്തോഷമറിയിക്കുവാനും നരകത്തിൽ നിന്നും മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ നരകത്തെ ഭയന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങൾ ധാരാളമുണ്ടായിട്ടുണ്ട്. അനുയായികളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വികാരധീനനായിക്കൊണ്ട് പറയുമായിരുന്നു, ഞാൻ നിങ്ങളോട് നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നു, ഞാൻ നിങ്ങളോട് നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ഒരു കാരക്കയുടെ ഒരു കഷണം കൊണ്ടെങ്കിലും ആ നരകത്തിൽ നിന്നും നിങ്ങൾ കാവലിനെ തേടണം, മോചനം നേടണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളോട് ഉണർത്തുമായിരുന്നു. അത്രത്തോളം ഗൗരവമേറിയതും കഠോരമായതുമാണ് നരകം. ഈ നരകത്തിൽ നിന്നും മോചനം നേടാൻ വിശുദ്ധമായ റമളാനിൻ്റെ അവശേഷിക്കുന്ന ദിനരാത്രങ്ങൾ നമുക്ക് പ്രചോദനമേകട്ടെ. അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും സുഹൃതങ്ങളും, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, അറ്റുപോയ കണ്ണികൾ കൂട്ടിമുട്ടിക്കുക, സുഹൃത്ത് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക, അയൽക്കാരോടും കുടുംബക്കാരോടുമുള്ള ബാധ്യതകൾ നിറവേറ്റാൻ തയ്യാറാവുക, സാധുക്കളായ നിരാലംബരായ ആളുകൾക്ക് സഹായഹസ്തങ്ങൾ ചെയ്യുക. ഈ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. സർവേശ്വരനായ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കത്തിക്കാളുന്ന ആ നരകാഗ്നിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.